ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ചുരുക്കത്തിൽ വേഗത്തിൽ നോക്കാം. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ 24 മണിക്കൂർ പണിമുടക്ക് തുടരുന്നു. കേരളത്തിൽ ഹർത്താലിന് സമാനം മറ്റ് സംസ്ഥാനങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ. ബീഹാറിലെ ജഹാനാബാദിൽ ട്രെയിൻ തടഞ്ഞു. ഉച്ചയ്ക്ക് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം. പണിമുടക്കുന്നത് BMS ഒഴികെയുള്ള 10 സംഘടനകൾ. ദേശീയ പണിമുടക്കിൽ സംസ്ഥാനത്തെ ജനജീവിതം സാരമായി ബാധിച്ചു. KSRTC ബസ് ഓടുമെന്ന ഗതാഗത മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് യാത്ര വന്നവർ പെരുവഴിയിലായി. കൊല്ലത്തും എറണാകുളത്തും തൃശൂരും കോഴിക്കോടും പത്തനംതിട്ടയിലും ബസ്സുകൾ തടഞ്ഞു. കോഴിക്കോട് സർവീസ് നടത്താൻ തയ്യാറായ ഡ്രൈവറെ കല്ലെറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് യാത്രക്കാർ. ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയണ്ടവിടെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം 3 പേർ അറസ്റ്റിൽ. NIA പിടികൂടിയത് ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, ഒളിവിലുള്ള പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെ. വീടുകളിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഭീകരാക്രമണത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നുവെന്നും NIA. കേരള സർവകലാശാല തർക്കങ്ങളിൽ ഗവർണറുടെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഞായറാഴ്ച ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ റദ്ദാക്കാൻ രാജ്ഭവന്റെ നീക്കം. VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് ചുമതലയിൽ തിരികെ എത്തും. രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ക്യാമ്പസിലെത്തുന്നതിന് വിലക്ക്. അകത്ത് കയറിയാൽ നടപടിയെടുക്കും. കത്ത് നൽകി VC ഡോക്ടർ സിസ തോമസ്. ഇന്നലത്തെ SFI പ്രതിഷേധത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവിക്ക് VCയുടെ കത്ത്. BJP സംസ്ഥാന ഭാരവാഹി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ജനറൽ സെക്രട്ടറിമാരായി ശോഭ സുരേന്ദ്രൻ, MT രമേശ്, S സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ ജനറൽ സെക്രട്ടറിമാരാകും. അനൂപ് ആന്റണിയും പരിഗണനയിൽ. അഡ്വക്കേറ്റ് P സുധീർ തുടരും. സുരേഷ് ഗോപി ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്ക് പ്രദർശനാനുമതി തേടിയുള്ള നിർമ്മാതാക്കളുടെ ഹർജി വീണ്ടും ഹൈക്കോടതി. ജഡ്ജി സിനിമ കണ്ട സാഹചര്യത്തിൽ ഉത്തരവുണ്ടായേക്കും. പേര് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് സെൻസർ ബോർഡ്. തിരുവനന്തപുരം ഇടപ്പഴിഞ്ഞിയിൽ ഹോട്ടൽ ഉടമയെ കൊന്ന കേസിൽ 2 തൊഴിലാളികൾ അറസ്റ്റിൽ. പോലീസ് പിടികൂടിയത് അടിമലത്തുറ സ്വദേശിയെയും നേപ്പാൾ സ്വദേശിയും. ഇന്ന് ഇവരെ കോടതിയിൽ ഹാജരാക്കും. കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് CPM മുൻ ജില്ലാ സെക്രട്ടറി M സത്യനേശന്റെ മരുമകൻ. യമനി പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ അടുത്ത ബുധനാഴ്ച. ഉത്തരവിൽ യമനിലെ പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചു. ജയിൽ അധികൃതർക്ക് ഉത്തരവ് കിട്ടി. നിമിഷപ്രിയയുടെ ബന്ധുക്കൾ ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണും. പത്തനംതിട്ട കോന്നി പയ്യനാമണ്ണിലെ ക്വാറിയിൽ പാറക്കല്ല് വീണ് ഹിറ്റാച്ചിയിൽ കുടുങ്ങി മരിച്ച തൊഴിലാളിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ബീഹാർ സ്വദേശി അജയ് റായുടെ മൃതദേഹം പുറത്തെടുത്തത് ഇന്നലെ രാത്രി. കേരള ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയ എറണാകുളം കുറുമശ്ശേരി സ്വദേശിയുടെ സംസ്കാരം ഇന്ന്. മധുമോഹൻ ജീവനൊടുക്കിയത് ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെ. ബാധ്യത തീർക്കാൻ സാവകാശം തേടിയെങ്കിലും ബാങ്ക് അനുവദിച്ചില്ലെന്നും കുടുംബത്തിന്റെ ആരോപണം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ല നാളെ ഭൂമിയിലേക്ക് മടങ്ങും. മൈക്രോഗ്രാവിറ്റിയുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നുവെന്ന് ശുഭാംശു ISRO ശാസ്ത്രജ്ഞനുമായി സംസാരിച്ചു. അമേരിക്കയിൽ ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയം. നിരവധി വീടുകൾ ഒലിച്ചുപോയതായി റിപ്പോർട്ട്. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 110ആയി. 160-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് ഗവർണർ. ഗാസയിൽ ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. ഗാസയിൽ സൈനിക പിന്മാറ്റം പൂർത്തിയായിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി. വിശദമായ വാർത്തയിലേക്ക്. ഒരു സുപ്രധാന വാർത്ത. ജയിലിലും ഭീകരപ്രവർത്തനം നടത്തി തടിയണ്ടവിടെ നസീർ. ഭീകരവാദ കേസിൽ ബംഗളൂരു ജയിലിലുള്ള തടിയണ്ടവിടെ നസീറിന് മൊബൈൽ ഫോൺ എത്തിച്ച കേസിൽ ജയിൽ ഡോക്ടർ അടക്കം 3 പേർ അറസ്റ്റിലായി. ഡോക്ടർ നാഗരാജ്, ആംഡ് പോലീസിലുള്ള ASI ചാൻ പാഷ, ഒളിവിലുള്ള ഒരു പ്രതിയുടെ അമ്മ അനീസ് ഫാത്തിമ എന്നിവരെയാണ് NIA പിടികൂടിയത്. ഈ അനീസ് ഫാത്തിമയുടെ വീട്ടിൽ നടത്തിയ
പരിശോധനയിൽ നിന്ന് ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും സ്വർണവും നിരവധി രേഖകളും പിടിച്ചെടുത്തു. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, തടിയണ്ടവിടെ നസീർ ജയിലിലും എന്താണോ മുൻപ് ചെയ്തിരുന്നത് അതിന് സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. അതിന് തടിയണ്ടവിടെ നസീറിനെ സഹായിച്ച 3 പേരാണ് ഇപ്പോൾ NIA കസ്റ്റഡിയിലുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ 3 പേർക്കുമെതിരായ ആരോപണം? ഏത് രീതിയിലാണ് ഇവർ നസീറിനെ സഹായിച്ചത്? സിജ, മതതീവ്രവാദം വളർത്താൻ ജയിലിൽ കിടന്നും നസീർ ശ്രമിക്കുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ NIAക്ക് ലഭ്യമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണ് എങ്ങനെയാണ് ഇയാൾ മറ്റുള്ളവരുമായി പുറത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്, അതിൽ ഈ ജയിലിനുള്ളിലുള്ളവരുമായി എങ്ങനെയാണ് അതായത് ഈ തീവ്രവാദം വളർത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തുന്നത്. കാരണം പ്രത്യേക സെല്ലിൽ കഴിയുന്ന ആളാണ് നസീർ. അതുകൊണ്ട് തന്നെ മറ്റ് തടവ് പുള്ളികളുമായി എങ്ങനെ ഇയാൾ കോൺടാക്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ പുറത്തുള്ളവരുമായി എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ NIAക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി NIA സംഘം വിവിധ ഇടങ്ങളിൽ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയായിരുന്നു. അതിനിടയിലാണ് 2017 ബംഗളൂരുവിൽ നടന്ന ഒരു കൊലപാതക കേസിൽ പ്രതികളായിട്ടുള്ള 9 പേരുണ്ടായിരുന്നു. ഈ 9 പേരിൽ 2 പേർ അറസ്റ്റിലായിരുന്നു. ഈ 2 പേർ പിന്നീട് നസീർ കഴിഞ്ഞിരുന്ന ജയിലിലേക്കായിരുന്നു ഇവരെ പാർപ്പിക്കാനായി കൊണ്ടുവരികയും ചെയ്ത് അവിടെ വെച്ചാണ് നസീറുമായി പരിചയപ്പെടുകയും ഒപ്പം തന്നെ മതതീവ്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് ഇവരിൽ നിന്നാണ് പിന്നീട് മറ്റ് സഹായങ്ങൾ നസീറിന് ലഭിച്ചതെന്നാണ് NIA ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ ഫോൺ കൈമാറുന്നത്, അതായത് പുറത്തുള്ള ആളുകളുമായി സംസാരിക്കുന്നതിന് വേണ്ടി ഫോൺ കൈമാറാൻ സഹായിച്ചത് ഈ ജയിലിലെ തന്നെ ഡോക്ടറായിട്ടുള്ള നാഗരാജു എന്ന ആളാണ്. അയാൾ സൈക്കാട്രിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം തന്നെ, അതായത് ജയിലിൽ ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയാണ് ഈ ഡോക്ടർ. ആ ഡോക്ടർ തന്നെ ഈ നസീറിന് സഹായമായി രംഗത്ത് വരുന്നു. ഒപ്പം തന്നെ ഇതിന് കൂട്ടുനിന്നത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ്. ASI ആയിട്ടുള്ള മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടി ഈ ഒരു കൃത്യത്തിന് കൂട്ടുനിന്നു എന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിർണായക വിവരങ്ങൾ കൂടി NIAക്ക് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 2017 കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഒളിവിൽ പോയിട്ടുള്ള പ്രതികളുണ്ട്. അതിൽ 9ഓളം പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. അതിൽ മുഖ്യപ്രതിയായിട്ടുള്ള ജുനൈദിന്റെ വീട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അനീസ് ഫാത്തിമ എന്ന സ്ത്രീയുടെ വീട്ടിൽ NIA പരിശോധന നടത്തുന്നു. അവിടെ നിന്നാണ് ഈ നാഗരാജുവിൻ്റെയും ഒപ്പം തന്നെ ASIയുടെയും പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ NIA കണ്ടെത്തുകയും ചെയ്യുന്നത്. ഈ വീട്ടുകളിൽ നടത്തിയ പരിശോധനയിൽ മറ്റു കുറച്ച് ഡിജിറ്റൽ രേഖകൾ കൂടി NIA കണ്ടെത്തുകയും ചെയ്തു. തുടർന്നാണ് ഈ അന്വേഷണം സംഘത്തിന് നാഗരാജുവിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്ത് ഇന്നലെ ബംഗളൂരു, കർണാടകയിലെ വിവിധ സ്ഥലങ്ങളിൽ 5 ഇടങ്ങളിലായി NIA വ്യാപക റെയ്ഡ് ഒരേ സമയം നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 3 പേരെയും പിടികൂടാൻ സാധിക്കുകയും ചെയ്തത്. നാഗരാജു, ഒപ്പം തന്നെ ASI പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ASI, മറ്റൊന്ന് ഈ അനീസ് ഫാത്തിമ, ഈ 3 പേരെയും പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നാഗരാജുവിന് ഈ വിവരങ്ങൾ കൈമാറുന്നതിൽ ഇടനിലക്കാരിയായി നിന്നത് ഒരു പവിത്ര എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ് NIA കണ്ടെത്തിയിട്ടുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ വീടുകളിൽ, അതായത് ഈ പ്രതികളെ സഹായിക്കാൻ നൽകിയിട്ടുള്ള നാഗരാജു ഉൾപ്പെടെയുള്ള ഈ 3 പേരുടെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ചില ഡിജിറ്റൽ രേഖകൾ ലഭ്യമായിട്ടുണ്ട്. പണം, ഒപ്പം തന്നെ സ്വർണം അടക്കമുള്ളവ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ സമാനമായ രീതിയിൽ, അതായത് 2008 ബംഗളൂരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട അതേ രീതിയിൽ സമാനമായ രീതിയിലുള്ള സ്ഫോടന ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം ഈ സംഘം നടത്തിയതായിട്ടുള്ള ചില നിർണായകമായിട്ടുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി NIA കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തത്. NIA മുൻ SP ശ്രീ TK രാജ്മോഹൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ ഇന്നലെ NIA പുറത്തുവിട്ട ഒരു വാർത്താക്കുറിപ്പിൽ പറയുന്നത് തടിയന്റെ അവിടെ നസീർ ജയിലിനുള്ളിൽ കിടന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ, പ്രത്യേകിച്ച് തടവുകാർക്കിടയിൽ മതതീവ്രവാദം വളർത്താനുള്ള ശ്രമം നടത്തുന്നു എന്നതാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഒരു ജയിൽ ഡോക്ടർ, ഒരു ജയിലിനകത്ത് ഏറ്റവും കൂടുതൽ ആക്സസ് ഉള്ള ആളാണ് ഒരു ജയിൽ സൈക്കാട്രിസ്റ്റ്. അങ്ങനെ പരപ്പനാഗ്രഹാരയിലെ ജയിൽ സൈക്കാട്രിസ്റ്റും ഒരു പോലീസുകാരനും ഉൾപ്പെടെ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. എന്താണ് അങ്ങേക്ക്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെ, തടിയന്റെ നസീർ എന്ന് പറഞ്ഞാല് ഞാൻ അറസ്റ്റ് ചെയ്ത് അക്യൂസ്ഡ് ആണ്. ഓക്കെ, അദ്ദേഹം ഇതിന്റെ ഈ തലക്ക് പിടിച്ചിരിക്കുകയാണ്. അയാൾക്ക് ആക്ച്വലി അയാളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാനും അയാളുടെ പല സ്ഥലത്തും അയാൾ ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് ജയിലിനകത്തും സംഭവിക്കുമെന്ന് അന്ന് തന്നെ നമ്മളെല്ലാം പറഞ്ഞാണ്. ഈ ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട്. അയാളുടെ
വാച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളെ കൺവിക്ട് ചെയ്യുന്ന ജഡ്ജ്മെന്റിലും പറഞ്ഞിട്ടുണ്ട് അയാളെ വാച്ച് ചെയ്യണം. സ്വാഭാവികമായിട്ടും NIA പോലെ ഏജൻസികൾ എല്ലാ സമയത്തും വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അയാൾ എവിടെയും അയാളെ കൊണ്ടുപോയി വെച്ചാൽ, ഇപ്പൊ ജയിലിനകത്തായാലും അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ഇൻഡോക്ട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. സ്വാഭാവികമായിട്ടും അയാളെ വളരെ ക്ലോസ് വാച്ചിലാണ് NIA വെച്ചിരിക്കുന്നത്. അപ്പോഴും അയാളുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ സംശയത്തിന് അയാൾ നിർത്തും. അപ്പൊ തീർച്ചയായിട്ടും NIA ചെയ്ത ഈ കാര്യങ്ങൾ അവർക്ക് നേരത്തെ തന്നെ ഉള്ള സംശയത്തിന്റെ മുകളിൽ അവർ ത്രൂ ഔട്ടായിട്ട് അതിന് എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഇവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് നല്ലൊരു വാർണിംഗ് സിഗ്നലാണ്. ഇതുപോലെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒരു വാർണിംഗ് സിഗ്നലാണിത്. തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണെന്നാണ് എനിക്ക് പറയാം. ഈ നെറ്റ്വർക്ക് എത്രമാത്രം സ്ട്രോങ് ആണ് എന്നത് കൂടിയാണ് നമ്മൾ അറിയേണ്ടത്. ഇപ്പോൾ ഒരു ജയിൽ സൈക്യാട്രിസ്റ്റ്, അവിടെ ഉള്ള ഒരു ASI, ഈ ഒളിവിൽ പോയ ഈ പ്രതികളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ അമ്മ, അങ്ങനെ ആ നെറ്റ്വർക്ക് എത്രമാത്രം വൈവിധ്യമുള്ളതും സ്ട്രോങ്ങുമാണ്, ശക്തവുമാണ് എന്നതിൻ്റെ ഒരു സൂചന കൂടിയല്ലേ ഈ ഒരു അറസ്റ്റ് തെളിയിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം അതിന്റെ നെറ്റ്വർക്ക് അത്ര ഡീപ്പാണെന്ന് മാത്രമല്ല, അത് ഓരോ ആക്ഷനും കൊണ്ട് ഓരോ ഭാഗവും കട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള നമ്മുടെ ഏജൻസികൾ അതിന്റെ പിറകെ തന്നെ കൂടിയിരിക്കുന്നത്. കാരണം ഏത് നിലയിലേക്കും ഏത് സമൂഹത്തിലെ ഏത് തട്ടിലുള്ള ആൾക്കാരെയും സ്വാധീനിക്കാൻ പറ്റും. കാരണം അവരുടെ തലയിൽ ഇത് കുത്തിവെച്ചു കൊടുക്കുകയാണ്. ഇസ്ലാമിക് തീവ്രവാദമോ അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെതിരായിട്ട് അവർക്കുള്ള അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് കൂടി ഈ തീവ്രവാദ പ്രവർത്തനം കൂടി ബന്ധപ്പെടുത്തി അവരെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ബ്രെയിനിനകത്ത് ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പൊസിഷനോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ആൾക്കാരാണെന്നോ ഒന്നും അവർ ചിന്തിക്കില്ല. അവർക്ക് മനസ്സിനകത്ത് ഇത് മാത്രമായിരിക്കും വൺസ് ഇത് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കാം ഇപ്പൊ അറസ്റ്റ് ചെയ്ത സൈക്കാട്രിസ്റ്റും അയാളുടെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും ASIയുടെ അറസ്റ്റ് ഇയാളെ ഇവിടെ നിന്ന് വിവിധ കോടതികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കോടതികളിലേക്ക് കൊണ്ടുപോകുന്ന വിവരങ്ങൾ കൃത്യമായി പുറത്തേക്ക് അറിയിക്കുന്നതാണ് അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. അപ്പോൾ നമ്മൾ എത്ര കണ്ട് NIAയുടെ നിരീക്ഷണത്തിലാണെന്ന് പറയുമ്പോഴും ജയിലിനകത്തും ഇയാളുടെ കാര്യങ്ങൾ എന്താണോ മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് സമാനമായ രീതിയിൽ ജയിലിനകത്തും വളരെ ആക്റ്റീവായി ഇതൊക്കെ ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം അതിന് പല തട്ടിലാണല്ലോ നമ്മുടെ സംവിധാനം ഉള്ളത്. കാരണം സ്റ്റേറ്റ് പോലീസ് ഉണ്ട്, പിന്നെ ഇന്റലിജൻസ് ഏജൻസി ഉണ്ട്, കൂടാതെ NIA ഉണ്ട്, മറ്റേ IB ഉണ്ട്, പല ഏജൻസികളുണ്ട്. അപ്പൊ പല ആൾക്കാരും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇതിനകത്ത് പുഴുക്കുത്തുകൾ ഉണ്ടാവും. ഈ സ്റ്റേറ്റ് പോലീസിനകത്തോ അല്ലെങ്കിൽ മറ്റൊരു ഇന്റലിജൻസ് ഏജൻസിക്കകത്തോ പുഴുക്കുത്തുകൾ ഉണ്ടാവും. അവരെ എസ്കോർട്ട് ചെയ്തുകൊണ്ടുന്ന പോലീസുകാരെ സ്വാധീനിക്കും. ഇപ്പം പൊതുവെ തന്നെ എസ്കോർട്ട് പരിപാടിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഓൺലൈനിലാണ് കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം. അങ്ങനെ ഓൺലൈനിലാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ കഴിയുന്നതും ഈ ബാഹ്യ കോണ്ടാക്ട് ഒഴിവാക്കണം. എന്നാലും ഈ ജയിലിനകത്ത് പല സംഭവങ്ങളിലും അല്ലെങ്കിൽ പല സമയത്തും പല സെലിബ്രേഷൻ നടക്കുമ്പോൾ പല ആൾക്കാരായിട്ട് അറിയാതെ ബന്ധപ്പെട്ടു പോകും. ആ ബന്ധപ്പെടുന്ന ആൾക്കാരെ ബ്രൈബ് ചെയ്യും, അതിനായിട്ട് പണം ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട പല സെൽസും ഈ രാജ്യത്തിന്റെ പല ഭാഗത്തുണ്ട്, പല സ്ലീപ്പർ സെൽസും ഉണ്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ നെറ്റ്വർക്കാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിനെ ഭേദിച്ചുകൊണ്ട് ഈ നെറ്റ്വർക്കിന്റെ എല്ലാ സ്ഥലങ്ങളും ഓരോ പോയിന്റ് ബൈ പോയിന്റ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ, പ്രത്യേകിച്ച് NIA പോലെയുള്ള ഒരു പാൻ ഇന്ത്യ ഏജൻസി വളരെ ശുഷ്കാന്തിയിട്ടും വളരെ കൂലങ്കഷമായിട്ട് കാര്യങ്ങൾ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരെ പല കേസിൽ ഇപ്പൊ ഇയാൾ തന്നെ മൂന്നോളം ജീവപര്യന്തമാണ് അയാളിപ്പം തടവിൽ കിടക്കുന്ന അവിടെ. പല കേസുകൾ ഇപ്പോഴും പെൻഡിങ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ അന്വേഷണ ഏജൻസികൾ വളരെ ജാഗരൂകമായി പ്രവർത്തിക്കണം. ഇനിയും വരുന്ന ആളുകളിലും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസും ഉണ്ടാവും. അതെല്ലാം വാച്ച് ചെയ്ത് ഈ ആൾക്കാരെ ബന്ധപ്പെടുന്ന എല്ലാ തട്ടിലുള്ള ആൾക്കാരും, സീനിയർ ഓഫീസർമാർ മുതൽ താഴെക്കെട്ട് തട്ടിലുള്ള ആൾക്കാർ വരെ ഇവരായി ബന്ധപ്പെടുന്ന ആൾക്കാരെ ക്ലോസ് വാച്ച് ചെയ്ത് ഇനിയും അന്വേഷണം NIA തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ TK രാജ്മോഹൻ. അദ്ദേഹമാണ് ഈ തടിയൻ്റെ അവിടെ നസീറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജയിലിനുള്ളിലും ഈ മതതീവ്രവാദം വളർത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ, അത് ലക്ഷ്യമിട്ട് നടത്തിയ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം വിശദമായി നടന്നത്. അതിലാണിപ്പോൾ 3 പേർ അറസ്റ്റിലായിട്ടുള്ളത്.
മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഈ 2023 പരപ്പന അഗ്രഹാര ജയിൽ കേന്ദ്രീകരിച്ച് ഒരു സ്ലീപ്പർ സെൽ ലഷ്കർ ഇ തൈബയുടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊരു സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്ന കേസാണ് ഇതിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ആ ആക്ടിവിറ്റികളൊക്കെ അതേപടി തന്നെ ജയിലിൽ നടക്കുന്നു. പ്രത്യേകിച്ച് ഫോൺ എത്തിക്കുന്നതിനാൾ, അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ്സ് പുറത്തറിയിക്കുന്നതിന്, പണത്തിൻ്റെ വേണ്ട ആലോചനകൾ നടത്തുന്നതിന്, അല്ലെങ്കിൽ പണം സ്വരുക്കൂട്ടുന്നതിനാവശ്യമായ അങ്ങനെ ഏതൊക്കെ രീതിയിലാണോ ഒരു തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ശൃംഖല പ്രവർത്തിക്കുന്നത്, ആ ശൃംഖല ഈ ജയിലിനകത്തും നസീറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയല്ലേ ഇത് വ്യക്തമാക്കുന്നത്? ശ്രീജ, അതായത് 2017 ഒരു ബംഗളൂരുവിൽ ഒരു കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിലാകുന്നു. ആ സമയത്ത് ഈ തടിയൻ്റെവിട നസീർ കഴിയുന്ന പരപ്പന അഗ്രഹാര ജയിലിലേക്കാണ് ഇവരെ മാറ്റുകയും ചെയ്തത്. ആദ്യ സമയത്ത് വിചാരണ വേളയിൽ ഇവരുമായി തടിയൻ്റെവിട നസീർ സംസാരിക്കുകയും ഒപ്പം തന്നെ അവരിൽ നിന്ന് കൂടുതൽ ബന്ധമുണ്ടാക്കുകയും ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവർ ജാമ്യത്തിൽ പുറത്തു പോവുകയും ചെയ്തു. ഇവരെയാണ് പിന്നീട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, അതായത് ഇവരുമായി കോൺടാക്ട് ചെയ്തുകൊണ്ടാണ് മറ്റ് പുറത്തിടങ്ങളിലേക്ക് കൂടുതൽ സ്ലീപ്പർ സെൽസിനെ വ്യാപിച്ചുകൊണ്ട് മറ്റിടങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നസീർ നടത്തിയെന്നുള്ള ചില നിർണായകമായ കണ്ടെത്തലാണ് NIA ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. ഇവരിൽ 9ഓളം പേർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇതിലൊരു പ്രതിയായുടെ അമ്മയാണ് ഈ പറയുന്ന ഫാത്തിമ എന്ന് പറയുന്ന അനീസ് ഫാത്തിമ എന്ന് പറയുന്ന സ്ത്രീ. അവരെ ഇത്തരത്തിൽ നിരവധി, അതായത് NIAയും ഒപ്പം തന്നെ മറ്റ് അന്വേഷണ ഏജൻസികളൊക്കെ ഇവരുടെ റഡാറിൽ തന്നെയായിരുന്നു അനീസ് ഫാത്തിമയെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. അവരുടെ ചില ഇടപാടുകൾ സംശയം തോന്നിയതിനെ തുടർന്നാണ് അവർ ജയിലിലെത്തുകയും ഒപ്പം തന്നെ പണം കൈമാറുകയും ചെയ്യുന്ന നിർണായക വിവരം NIAക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർ പരിശോധനയിലാണ് ഈ നാഗരാജുവിലേക്കും ഒപ്പം തന്നെ ASIയിലേക്കും ഒക്കെ അന്വേഷണം എത്തുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും നേരത്തെ തന്നെ NIAക്ക് സംശയമുണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് നസീർ പുറത്തുള്ളവരുമായി സംസാരിക്കുക? അതിന് സ്വാഭാവികമായും ജയിലിനുള്ളിലുള്ള ആരെങ്കിലുടെയും സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യൂ. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തിയെങ്കിൽ പോലും തന്നെ അവിടെ നിന്ന് ആരാണ് ഇതിന് സഹായം നൽകുന്നതെന്നുള്ള കൃത്യമായ വിവരം നേരത്തെ അന്വേഷണ സംഘത്തിനൊന്നും തന്നെ ലഭ്യമായില്ലായിരുന്നു. പിന്നീട് ഈ അനീസ് ഫാത്തിമയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ഒപ്പം തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം കോലാറിലും ഒപ്പം തന്നെ കർണാടകയിലെ മറ്റ് ഇടങ്ങളിലും ഒക്കെ നടത്തിയ പരിശോധനയിലാണ്, ഇവരുടെ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ചില നിർണായക വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ 2008 ബംഗളൂരു സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അതേ സമാനമായ രീതിയിൽ ഈ സ്ലീപ്പർ സെൽസുകളെ ഉപയോഗിച്ചുകൊണ്ട് മത തീവ്രവാദം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മറ്റിടങ്ങളിലും സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്ന അടക്കമുള്ള നിർണായക വിവരങ്ങൾ NIA കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ 3 പേരും NIAയുടെ കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഈ നസീർ ഈ ഒളിവിൽ പോയിട്ടുള്ള ഈ 9 പേരുമായി ഏതെങ്കിലും തരത്തിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ അതടക്കമുള്ള പരിശോധന NIAയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള വലിയ വ്യാപകമായ തെരച്ചിൽ ഇനിയും നടത്താനുള്ള സാധ്യത തന്നെയാണുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് അവർ നൽകുകയും ചെയ്യുന്നത്. എന്തായാലും അവർ ഇപ്പോഴും കർണാടകത്തിൽ തന്നുണ്ട് എന്ന് തന്നെയാണ് NIA കരുതുന്നത്. അതുകൊണ്ട് തന്നെ കർണാടകത്തിലെ വിവര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും വ്യാപകമായ റെയ്ഡ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ അനീസ് ഫാത്തിമയെ ചോദ്യം ചെയ്തതിനോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണോ ഇതിന് പിന്നിലുള്ളത്, എവിടൊക്കെയാണ് ഇവരുടെ താവളങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത വരാൻ സാധിക്കും, നിർണായക വിവരങ്ങൾ ലഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുകയും ചെയ്യുന്നത്. അതിലൂടെ മറ്റാരെങ്കിലും ഈ കേസിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ? നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഉദ്യോഗസ്ഥർ പല വിഭാഗങ്ങളിലും ഇത്തരത്തിൽ പുഴുക്കുത്തുകളുണ്ട്. അവരുടെയൊക്കെ സഹായം ഈ നസീറിന് ലഭ്യമാകാം. പ്രത്യേകം ഒരു സെല്ലിലേക്കായിരുന്നു ആദ്യം മാറ്റിയെങ്കിൽ പോലും തന്നെ ഇദ്ദേഹത്തിന് പിന്നീട് മറ്റു പ്രതികളുമായി, അതായത് ഈ ജയിലിൽ കഴിയുന്ന മറ്റു പ്രതികളുമായി സംസാരിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതും ഈ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള ചില നിർണായക വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണ് ഇത്തരത്തിൽ മത തീവ്രവാദം ജയിലിൽ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ പല സംഭവങ്ങൾ ഉണ്ടാക്കാനും പല സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യാനും നസീറിന് സാധിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. എന്തായാലും നിർണായക വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIA നടത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. അവരുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അവരിലൂടെ മറ്റ് പ്രതികളിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. തടിയന്റെ അവിടെ നസീറിന് മൊബൈൽ ഫോൺ ജയിലിൽ എത്തിച്ചു കൊടുത്ത കേസിലാണിപ്പോൾ, എടുത്ത സംഭവത്തിലാണിപ്പോൾ ജയിൽ ഡോക്ടർ, ജയിലിലെ സൈക്കാട്രിസ്റ്റ് അടക്കം 3 പേർ അറസ്റ്റിലായിരിക്കുന്നത്. ഇവരുടെ
വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും പണവും രേഖകളും അടക്കം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ BJP നേതാവ് N. ഹരി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ N. ഹരി, തടിയന്റെ ഇവിടെ നസീർ ജയിലിലാണ്, വളരെ കർശനമായ സുരക്ഷയിലാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും ജയിലിനകത്ത് മതതീവ്രവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്ന സംഭവത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് അറസ്റ്റിലായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജയിലിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്താൻ കഴിയുന്ന ഒരു ജയിലിലെ സൈക്യാട്രിസ്റ്റും അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് നിരീക്ഷണത്തിൽ കഴിയുമ്പോഴും തടിയന്റെ അവിടെ നസീർ തന്റെ പ്രവർത്തനങ്ങൾ അതേപടി അവിടെ തുടരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികം അതിനകത്തൊന്നും ഒരു അത്ഭുതമായിട്ട് ഇപ്പൊ ഈ പറയുന്ന വാർത്ത ഞാൻ പറഞ്ഞില്ല, ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഒരു അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം നിരന്തരമായി ഇതിന്റെ ഒരു വലിയ ശൃംഖല ഈ നാട്ടിൽ നടക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും പറയുന്ന അതിനെ പ്രതിരോധിക്കാനാണ് ഇവിടെയുള്ള എല്ലാ മുന്നണികളും തയ്യാറാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലും അതിന് കിട്ടുന്ന വലിയൊരു സ്വീകാര്യതയും തങ്ങൾക്ക് സംരക്ഷണം കവചമൊരുക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടും അല്ലെങ്കിൽ അവരെ വിലക്കില്ല. ഇപ്പൊ പറഞ്ഞല്ലോ ഈ ഡോക്ടർമാർ, ഇതുപോലുള്ള നിരവധി ആളുകളുണ്ട്. പോലീസിൽ നമുക്കറിയാം, പോലീസ് സംവിധാനത്തിൽ നമ്മൾ ആലോചിക്കണം, മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരുടെ റിപ്പോർട്ട് എടുത്ത ആളുകൾക്ക് ഇന്ന് എന്താണ് അവരെ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറ്റി എന്നുള്ളതല്ലാതെ എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഓരോ വിഷയത്തിലുണ്ടപ്പോൾ ഒരു സ്ഥലം മാറ്റം. ഇപ്പൊ ഒരു DYSP അടക്കമുള്ള കൊല്ലത്തെ നമുക്കറിയാം ഒരു സംഭവം, ഒരു DYSP അതിനകത്ത് പ്രതി വരുമ്പോൾ അദ്ദേഹത്തെ അതേ പോസ്റ്റിൽ തന്നെ വേറൊരു ജില്ലയിലേക്ക് വിടുകയാണ്. ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, ഇപ്പോ ആശുപത്രിക്കുള്ളിലാണെങ്കിലും ശരി, പോലീസിലാണെങ്കിലും ശരി, ഇതാണ് ഈ തടിയന്റെ വീട് നസീർ ഈരാറ്റുപേട്ടയിൽ 1.5 മാസം വന്ന് താമസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. അന്നത്തെ സമയത്ത് അവിടെ താമസിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഭീകരവാദം എത്ര തലത്തിലേക്ക് ഇതിന് സാമ്പത്തികമായും അതിന്റെ മൂലധനങ്ങൾ അടക്കം കിട്ടുന്നത് ഏതെല്ലാം മേഖലകളിലാണെന്നുള്ളത് ഇനിയും നമ്മൾ ഓരോ അന്വേഷണങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് പറയുന്ന ആളുകളെ ഒരു വിഭാഗവുമായി ചേർത്തുകൊണ്ട് അവരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഭാരതത്തിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ ചാപ്പ കുത്തുന്ന പരിപാടി എന്ന് നിർത്തുന്നു. കൃത്യമായ ഭീകരവാദികളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അവർക്ക് തീവ്രവാദികളെ മാറ്റി നിർത്താൻ ഈ നമ്മുടെ നാട് എന്ന് ഒന്നിക്കുന്നു അന്ന് മാത്രമാണ് ഇതിനൊരു അവസാനം ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ നസീർ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് ഈ കോടതിയുടെ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷവും ജയിലിലായതിനു ശേഷവും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് കൂടി കൃത്യമായ ചോദ്യങ്ങൾ ഉയരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ജയിലിലേക്ക് എത്തുന്ന ഡോക്ടർ, അവിടെ തന്നെയുള്ള ഒരു പോലീസുകാരൻ, അവിടെ എത്താറുള്ള ഈ കേസിൽ ഒളിവിൽ പോയിട്ടുള്ള ഒരു പ്രതിയുടെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ അത് അധികൃതരുടെ ഭാഗത്തും അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാവുന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. ഞാനതാണല്ലോ സൂചിപ്പിച്ചത്. ഇതിനകത്ത് അമ്മ എന്നുള്ളതല്ല, ഇത് നിരീക്ഷണമോ അല്ലെങ്കിൽ ഇത്രയും വലിയ കേസുകൾ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. ഈ ആദ്യം തന്നെ കേരളത്തിലേക്ക് ഇവിടെ വന്നിട്ട് നമ്മുടെ തങ്ങൾപ്പാറയിൽ പരിശീലനം നടത്തി അവിടുന്ന് ആളുകളെ കൊണ്ടുപോയി ചില ശിബിലയൊക്കെ ശിക്ഷിക്കുന്ന സമയത്തും രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ഇവിടെ പ്രകടനം നടത്തിയ ആളുകൾ. ഇതിപ്പോ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ അതാണ് സൂചിപ്പിച്ചത്. ഡോക്ടറാണേലും ശരി, പോലീസാണേലും ശരി, ഇനി അതല്ല അതുമായി ചുറ്റപ്പെട്ട ആളുകളാണേലും ശരി, ഇത് എവിടെയാണ് നടക്കുന്നത്, ഇത് ആരൊക്കെയാണ് ഇതെന്നുള്ളത് ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. ഒരു പക്ഷേ ഇത് ഇനിയും അന്വേഷണം മുന്നോട്ട് പോയാൽ നിരവധി ഇത്തരം കേസുകൾ വീണ്ടും സമാനമായ കേസുകൾ, ഞാൻ ഉറപ്പ് പറയുന്നു, സമാനമായ കേസുകൾ ഇനിയും വളരെയധികം തെളിയും. ഇനിയിപ്പോ ഇത് പിടിക്കപ്പെട്ട തടിയന്റെ വീട് നസീറിന്റെ കേസ് മാത്രമായതുകൊണ്ട് എത്രയോ തടിയന്റെ വീട് നസീർമാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇങ്ങനെ എത്ര, അതായത് മയക്കുമരുന്നിന്റെ ഭാഗമായിട്ടും നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന, നമ്മുടെ നാടിനെ ഛിന്നഭിന്നമാക്കുവാൻ തയ്യാറെടുത്ത് വരുന്ന ആ ഒരു ചിന്താഗതിയിലേക്ക് വരുന്ന നൂറുകണക്കിന് തടയിന്റെ വിടന്നുള്ള നസീർമാരുണ്ട്. അതിന് ഈ പറയുന്ന ആളുകളുടെ എല്ലാം സപ്പോർട്ടുണ്ട്, പോലീസിന്റെ ഉണ്ട്, ചിലപ്പോൾ ഡോക്ടേഴ്സ് ഉണ്ടാവും. ഏത് സമൂഹത്തിൽ ഏത് പരിച്ഛേദം എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം ഈ സഹായങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ആശങ്കാവുല്ലാക്കുന്ന ഒരു കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ N. ഹരി പ്രതികരിച്ചതിന്. ഇപ്പോൾ NIA പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നതനുസരിച്ച് തടിയന്റെ അവിടെ നസീറിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത 3 പേരാണ് കസ്റ്റഡിയിലായിട്ടുള്ളത്, അറസ്റ്റിലായിട്ടുള്ളത്. അതിൽ ജയിലിലെ സൈക്യാട്രിസ്റ്റും
ആംഡ് പോലീസിൽ ഉദ്യോഗസ്ഥനായ ഒരു ASIയും ഒപ്പം ഈ കേസിൽ ഒളിവിലുള്ള ഒരു പ്രതിയുടെ അമ്മയും ഉൾപ്പെടുന്നു. കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുകയാണ് NIA. മറ്റ് വാർത്തകളിലേക്ക്. BJPയുടെ സംസ്ഥാന ഭാരവാഹി പട്ടിക ഉടൻ. RSSൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ഇല്ലാത്ത സാഹചര്യത്തിൽ 5 പേരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചേക്കും. ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, അഡ്വക്കേറ്റ് S സുരേഷ്, ഷോൺ ജോർജ് എന്നിവർ അന്തിമ പരിഗണനയിലാണ്. ഷോൺ ജോർജിന് പകരം അനൂപ് ആന്റണിയെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് P സുധീർ ജനറൽ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, 5 പേരുടെ പട്ടിക ഏതാണ്ട് അന്തിമമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഷോൺ ജോർജോ അനൂപ് ആന്റണിയോ, അക്കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ ജനറൽ സെക്രട്ടറിമാരുടെ പേര് സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണി, ഇതാണ് ഇതിലൊരു സസ്പെൻസായി കടന്നു വരുന്ന ഒന്ന്. മാത്രവുമല്ല, മറ്റൊന്നുള്ളത് മുൻ ജനറൽ സെക്രട്ടറിമാർ, നേരത്തെയൊക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നവരെ വീണ്ടും പരിഗണിക്കുന്നു. അതിന് മറ്റു പല കാരണങ്ങൾ കൂടിയുണ്ട്. നമുക്കറിയാം, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അവസാന നിമിഷം വരെ പേരുണ്ടായിരുന്നവരാണ് ശോഭാ സുരേന്ദ്രനും ഒപ്പം തന്നെ MT രമേശും. ഇവരെ മറികടന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പേരിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തിയത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇവരെ അവഗണിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ 2 പേരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. S സുരേഷിന്റെ പേരും നേരത്തെ തന്നെ ഉയർന്നു നിന്നാണ്. S സുരേഷും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്തായാലും ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണിക്ക് നിലവിൽ മീഡിയ സെല്ലിന് ഫലത്തിൽ അത്തരം ചുമതലകൾ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ അതിന് മറ്റൊരാൾ ഷോൺ ജോർജാണ്. നമുക്കറിയാം, ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ അത്തരം BJPയുമായി ചേർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവ് കൂടിയാണ് ഷോൺ ജോർജ്. മുനമ്പം സമരത്തിലടക്കം വളരെ മുന്നണി പോരാളിയായി നിൽക്കുന്നു. അങ്ങനെ മുനമ്പത്തടക്കം BJP കൂടുതൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഷോൺ ജോർജിന് ഒരു അനുകൂല ഘടകമായി വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ പോരാട്ടത്തിലടക്കം ഷോണിൻ്റെ സാന്നിധ്യം, SFIO കേസ് അല്ലെങ്കിൽ അത്തരം കേസുകളിലെല്ലാം ഷോണിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഷോണിനെ പരിഗണിക്കുന്നത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറുമായി വളരെ അടുപ്പമുള്ള ഒരു നേതാവ് കൂടിയാണ് ഷോൺ ജോർജ്. അതേസമയം കേന്ദ്ര നേതൃത്വത്തോടക്കം വലിയ ബന്ധമുള്ള ആളാണ് അനൂപ് ആന്റണി. അതുകൊണ്ട് തന്നെ ഈ 2 പേരുകളിൽ ഒന്ന് ഏത് പേരിനായിരിക്കും അവസാന ഘട്ടത്തിൽ പട്ടികയിൽ സ്ഥാനമുണ്ടാകുക എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഈ പട്ടിക ഏതാണ്ട് പരിശോധിക്കുമ്പോൾ നിലവിൽ RSSൽ നിന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ നൽകിയിട്ടില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി മേഖലാ തലത്തിലാണ് ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെ നൽകിയിട്ടുള്ളത്. ഇനിയും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലും അത് നൽകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ 5 ജനറൽ സെക്രട്ടറിമാരുടെ ഒഴിവാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അഡ്വക്കേറ്റ് P സുധീറിന് നേരത്തെ തന്നെ BJPയുടെ ജനറൽ സെക്രട്ടറി, തൊട്ടു മുമ്പ് ജനറൽ സെക്രട്ടറി K സുരേന്ദ്രനൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്ന P സുധീർ ആ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ C കൃഷ്ണകുമാറിനെ പോലുള്ളവർ ഫലത്തിൽ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. അത്തരം ഒഴിവാക്കപ്പെടുന്നവർ ഒരുപക്ഷെ വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തും. 10 വൈസ് പ്രസിഡന്റുമാരും 10 സെക്രട്ടറിമാരും ഉണ്ടാകും. ഏതെങ്കിലും ഘട്ടത്തിൽ ഷോൺ ജോർജ് ഒഴിവാക്കപ്പെട്ടാൽ ഷോൺ ജോർജ് സംസ്ഥാന സെക്രട്ടറി ആകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പട്ടിക പുറത്തിറങ്ങും. നേരത്തെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചു. പക്ഷേ പാർട്ടി എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുതിയ ടീം, സുരേന്ദ്രൻ മാറിയ ശേഷമുള്ള ഒരു പുതിയ ടീമിനെ ഫലത്തിൽ ഏൽപ്പിച്ച് അതൊരു പ്രവർത്തനം തുടങ്ങുന്ന നില എത്തിയിരുന്നില്ല. എന്തായാലും ഒരു കാര്യം കൂടിയുള്ളത്, നേരത്തെ സുരേന്ദ്രനൊപ്പം ചേർന്ന് പ്രവർത്തിച്ച പലരും ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൽ പലപ്പോഴും ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. എന്തായാലും മുഖങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാനായിരിക്കും ഒരുപക്ഷെ ശ്രമിക്കുക. എന്തായാലും ഈ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കും വരെ കാത്തിരിക്കാതെ ഈ പട്ടിക വളരെ പെട്ടെന്ന് തന്നെ, ജനറൽ സെക്രട്ടറിമാരുടെ അടക്കമുള്ള പട്ടിക വളരെ പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ.
നേരത്തെ പല നേതാക്കളും പ്രതികരിച്ചിരുന്നത് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിച്ച ശേഷം അതിന് തൊട്ട് പിന്നാലെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു. എന്തായാലും ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷെ ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് വരുന്നത്. പാർട്ടിയുടെ പ്രവർത്തനം കേവലം അധ്യക്ഷനെ കേന്ദ്രീകരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് BJP-യിൽ ജനറൽ സെക്രട്ടറി പദവി വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘടനാ ഓർഗനൈസിംഗ് സ്ട്രക്ചറിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പദവി ഇല്ലാതെ ഒരു ടീം എന്ന നിലയിലല്ലാതെ ഒറ്റയ്ക്കുമൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം അതിനേക്കാൾ അതായത് പ്രവർത്തന വേഗതയെ അത് ബാധിക്കുമെന്ന് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് വേഗത്തിൽ തന്നെ ഈ ഒരു പട്ടിക പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ അതുണ്ടാകും. ഈ ഒരു ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിലെങ്കിലും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ദേശീയ അധ്യക്ഷന്റെ കാര്യത്തിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. എന്തായാലും അതിന് മുൻപോ പിൻപോ എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതൊന്നും വൈകാനുള്ള സാധ്യതയില്ല എന്നാണ് BJP കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പല സമരങ്ങളും. ഇപ്പോൾ വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, രാജീവ് ചന്ദ്രശേഖർ ചുമതലയേൽക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പുതുമുഖ അധ്യക്ഷനായിട്ടാണ് അദ്ദേഹം സംസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ടീം തന്നെ ഉണ്ടാവണം. ആ ടീമിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ RSSൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാവും, MT രമേശ് തുടരും, അഡ്വക്കേറ്റ് S സുരേഷ് എത്തിയേക്കും, ഷോൺ ജോർജ് അല്ലെങ്കിൽ അനൂപ് ആന്റണി. അക്കാര്യത്തിൽ എന്തായാലും ഒരു സസ്പെൻസ് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പുതിയ ടീമിനെ പറ്റി കേൾക്കുമ്പോൾ പുതുമുഖങ്ങളുടെ സാന്നിധ്യം കൂടുതലുണ്ടാവും. അതായത് സുരേന്ദ്രൻ ടീമിൽ ഉണ്ടായിരുന്ന അധികം പേർ ഇവിടെ ഈ ടീമിൽ ഉണ്ടാവില്ല എന്നതൊക്കെയാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ. അങ്ങ് എങ്ങനെയാണ് ഈ പുതിയ ടീമിനെ പറ്റിയുള്ള വിവരങ്ങൾ നോക്കിക്കാണുന്നത്? ഇല്ല, എന്തായാലും പുതിയ ടീമിന്റെ വിവരങ്ങൾ. ഹലോ, എക്കോ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പോൾ ശരിയാക്കാം അത്. ഓക്കെ. എന്തായാലും ഈ പുതിയ വരാൻ പോകുന്ന ഭാരവാഹി ലിസ്റ്റിനെ പറ്റിയൊക്കെ ഉള്ളത് ഇപ്പോ തൽക്കാലം ഊഹാപോഹങ്ങൾ മാത്രമല്ലേ ഇപ്പോൾ ഉള്ളൂ. ചില ധാരണകൾ, അങ്ങനെയൊക്കെ നിഗമനങ്ങളും അല്ലേ ഉള്ളൂ. അതിന്റെ ബേസിൽ നമുക്ക് വിലയിരുത്താനൊന്നും ആവില്ല. എന്താണെങ്കിലും ഇപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 150% പ്രൊഫഷണലാണ്. റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള അങ്ങനെ വലിയ ഹെവി സ്ട്രെസ് എടുക്കുക, വലിയ ടാർഗറ്റ് ഫിക്സ് ചെയ്ത് അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് അദ്ദേഹം. അത് വളരെ ഒരു സക്സസ്ഫുൾ പ്രൊഫഷണലാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം, ആ ഒരു അപ്രോച്ച് തീർച്ചയായും ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ BJP-യുടെ കേരളത്തിലെ ടീം ലീഡർ എന്നുള്ള നിലയിലും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള ഒരു ടീമായിരിക്കും അദ്ദേഹം ബിൽഡ് ചെയ്യുക. ആ ടീമിനെ ഇപ്പൊ എന്തായാലും നിലവിൽ ഇതിന്റെ അകത്തുള്ള നമുക്ക് പുതിയതായിട്ട് ഈ കമ്പനിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നവര് മറ്റുള്ള കമ്പനികളിൽ നിന്ന് കൂടുതൽ ശമ്പളം കൊടുത്ത് കൊണ്ടുവരുന്നവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് പറ്റില്ലല്ലോ. അപ്പൊ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് അപ്പൊ ആദർശത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രവർത്തന പരിചയമുള്ള വ്യക്തികളിൽ നിന്ന് അദ്ദേഹം അതിനനുസരിച്ചുള്ള ഒരു ടീമിനെ അദ്ദേഹം ബിൽഡ് ചെയ്യും. ആ ടീമിനെ കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ള ലക്ഷ്യവും ചാലഞ്ചും. അത് അദ്ദേഹം ചെയ്യും. അത് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അടുത്ത സമയത്തെ നമ്മൾ ഫേസ്ബുക്ക് പോസ്റ്റുകളായാലും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളായാലും ഒക്കെ ഷാബു പ്രസാദ്, രാഷ്ട്രീയത്തിൽ രണ്ട് അപ്രോച്ചാണ്. ഒന്ന്, നമുക്ക് അതിനെ വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യാം. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വരുന്ന നേതാവിൻ്റെ പ്രൊഫഷണലിസം അതേപടി പിന്തുടരാൻ കഴിയാത്ത സംഘടനാ പ്രവർത്തനത്തിലൂടെ വന്ന അല്ലെങ്കിൽ അങ്ങനെ ചില സ്വാധീനങ്ങളൊക്കെയുള്ള നേതാക്കൾ മറുവശത്തുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ അത്തരം വിമർശനങ്ങൾ ഉയർന്നു. പ്രസിഡന്റ് ഒരുപാട് അങ്ങ് പ്രൊഫഷണലായി പോകുന്നു, മറ്റു നേതാക്കളെ അവഗണിക്കുന്നു എന്ന രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത്. ഇപ്പോൾ ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച്, അങ്ങ് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഈ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ ടീം എത്രത്തോളം അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. വലിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് പ്രൊഫഷണലായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഇല്ലാതെ വേണം മുന്നോട്ട് പോകാൻ. എന്തായാലും BJP എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ഇതിന്റെ അകത്ത് ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്, ഒരുപാട് കാര്യം. BJP ഒരു ഗാലക്സി ഓഫ് ലീഡേഴ്സിനെ തന്നെ BJP സൃഷ്ടിച്ചിട്ടുണ്ട്. BJP-യുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, എപ്പോഴും പുതുതലമുറയിൽ നിന്നും ഇങ്ങനെ
ആ നേതൃസ്ഥാനത്തേക്കും ആ ഒരു ലെവലിലേക്ക് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും, അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആ ലെവലിലുള്ളവർക്ക് തീർച്ചയായിട്ടും വിവിധ അഭിപ്രായങ്ങളും ഉണ്ടാകും. അഭിപ്രായങ്ങളുള്ളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതിനെയെല്ലാം യോജിപ്പിച്ചുകൊണ്ട്, അതിനെയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട്, കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പം ഇല്ലെങ്കിൽ ഒരു സോളിഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ പിന്നെ ഈ ടീം എന്ന് പറയുന്ന സാധനത്തിന്റെ ആവശ്യമില്ല. ടീം എന്ന് പറയുന്നത് എന്തിനാണ്? അവിടെ വിവിധ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും എല്ലാം ഉണ്ടാകും. അതിനെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് മാറുന്നത്. പൂർണ്ണമായും അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷെ പ്രശ്നം എന്തിനാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു അധ്യക്ഷനെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്? ഇവിടെ നേതാക്കൾ ഇല്ലാഞ്ഞിട്ടല്ലോ, പ്രശ്നങ്ങളില്ലാതെ ഗ്രൂപ്പിസത്തിനപ്പുറത്തേക്ക് ഈ ടീമിനെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഇനി ഉണ്ടാവാൻ പാടില്ലല്ലോ, അങ്ങനെയല്ലേ വേണ്ടത്? ഈ അതിനെ നമ്മൾ അത്രയധികം അങ്ങനെ ഇങ്ങോട്ട് കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല. എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ BJP-യില് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ആ രീതിയിലുള്ള കാര്യം, ഇൻഡിവിജ്വാലിറ്റി ഉള്ള നേതാക്കന്മാരാണ് ഓരോരുത്തരും. അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലർ പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഓരോരുത്തരനുസരിച്ചാണ്. പക്ഷേ ഇത്രയും കാലം BJP എന്നുള്ള ഒരു പ്രസ്ഥാനം ഇൻടാക്ട് ആയിട്ട് നിൽക്കുകയാണ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര അതിന്റെ സിൻസ് ഇൻസെപ്ഷൻ, ആ പാർട്ടി തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ആ പ്രസ്ഥാനം ഇൻടാക്ട് ആണ്. ഇതിൻ്റെ അകത്തുനിന്ന് പലരും പാർട്ടി വിട്ടു പോയിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ പാർട്ടി പിളരുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അതാത് സമയത്ത് അതിൻ്റെതായ രീതിയിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യും. അങ്ങനെയല്ലേ ഒരു രാഷ്ട്രീയം, ഒരു കേഡർ പ്രസ്ഥാനം മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ ഒരു നേതാവ് കൊണ്ട് അവിടെ ഇരുന്ന് ആജ്ഞാപിക്കുന്നു, ബാക്കി എല്ലാവരും അത് ഓം ബ്രാ എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നു. അതല്ല അതിന്റെ സിസ്റ്റം, ജനാധിപത്യത്തിലെ സിസ്റ്റം എന്ന് പറയുന്നത്. എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാവണം അവിടെ. ആ അഭിപ്രായങ്ങൾ വൺസ് ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ, ഒരു ഡിസിഷൻ എത്തിക്കഴിഞ്ഞാൽ, അത് തന്റെ അഭിപ്രായത്തിന് വിരുദ്ധമാണെങ്കിലും അല്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുക. അങ്ങനെയാണ് പോകുന്നത്. പട്ടികയിൽ ശ്രദ്ധേയമായ ഒരു പേര്, പുറത്തു വരുന്ന പേരുകളിലൊന്ന് ഷോൺ ജോർജ് ഒരുപക്ഷെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നേക്കാം. അതല്ലെങ്കിൽ അനൂപ് ആന്റണി. രണ്ടുപേരായാലും യുവ സാന്നിധ്യങ്ങളാണ്, ശ്രദ്ധേയമായ സാന്നിധ്യങ്ങളാണ്. ആ പേരുകളെ അങ്ങ് എങ്ങനെ കാണുന്നു? നല്ല കാര്യമല്ലേ, വരട്ടെ. അതിന്റെ കഴിവുള്ള ചെറുപ്പക്കാർ വരട്ടെ. അവര് അങ്ങനെ തന്നെ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായത്തിന്റെ ആവശ്യം എന്താ? നല്ല അഭിപ്രായം തന്നെയാണ്, അത് വേണമല്ലോ. കഴിവുള്ളവരെ, ഭാവിയുള്ളവരെ, ഈ പാർട്ടിയെയും ഈ പ്രസ്ഥാനത്തിനെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ളവരെ അവർ വരണം. വളരെ നന്ദി ശ്രീ ഷാബു പ്രസാദ്. അങ്ങേക്ക് പ്രത്യേകിച്ച് ഒരു വിയോജിപ്പ് ഇക്കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ പട്ടിക വരുന്നത് വരെ കാത്തിരിക്കാം. ഉറപ്പായും പഴയ മുഖങ്ങൾ പലതും മാറും എന്ന സൂചനയാണ് ഈ പട്ടികയിലെ ആദ്യ വിവരങ്ങൾ വരുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് കെ സുരേന്ദ്രനൊപ്പം നേതൃനിരയിൽ ഉണ്ടായിരുന്ന പലരും ഒരുപക്ഷെ പുതിയ പട്ടികയിൽ കാണില്ല. പുതുമുഖങ്ങളുടെ സാന്നിധ്യമായിരിക്കും ഒരു വേള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നത് അടക്കം കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് 8 മണിക്കൂർ പിന്നിടുമ്പോൾ കേരളത്തിൽ പൂർണ്ണമാണ്. സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്നില്ല. KSRTC പണിമുടക്കില്ലെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും ചുരുക്കം ചില ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ പണിമുടക്കുമായി ബന്ധപ്പെട്ട് തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ്. സംയുക്ത തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണമാണ്. മിക്കവാറും മേഖലകളിലൊന്നും സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങുന്നില്ല. KSRTC ബസ്സുകൾ വളരെ ചുരുക്കമായി മാത്രം, ദീർഘദൂര ബസ്സുകൾ മാത്രമാണ് കുറച്ചെങ്കിലും സർവീസ് നടത്തുന്നത്. മിക്കവാറും സർവീസുകൾ മുടങ്ങിയ അവസ്ഥയിലാണ്. യാത്രക്കാർ എന്തായാലും പൂർണ്ണമായി ദുരിതത്തിലാണ്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ആദ്യം ചേരുന്നു. നവമി, എന്താണിപ്പോൾ 9:30 പൊതുവെ
കൊച്ചി നഗരത്തിൽ ഏറ്റവും തിരക്കേറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ പ്രതിഷേധ മാർച്ച് നവമിക്ക് പിന്നിൽ കാണാം. എങ്ങനെയൊക്കെയാണ് ഈ പണിമുടക്ക് കൊച്ചിയിൽ പുരോഗമിക്കുന്നത്? ശ്രീജ, ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്നത് ഇടതനുകൂല സംഘടനകളുടെ സംയുക്ത സമരമാണ്, പ്രതിഷേധ മാർച്ചാണ് കാണുന്നത്. ഇത് ഹൈക്കോർട്ടിൽ നിന്നും BSNL ഓഫീസിലേക്കാണ് ഈ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം 1000-ൽ-അധികം ആളുകളാണ് ഈ സമരത്തോടൊപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന CN മോഹൻ ചേരുന്നുണ്ട്. എന്നാലും ഇത് കഴിഞ്ഞ ശേഷം ഈ പ്രതിഷേധം അവിടെ BSNL ഓഫീസിലേക്ക് എത്തിയതിനു ശേഷം പ്രതികരിക്കാമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. വലിയൊരു പ്രതിഷേധം തന്നെയാണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത്. നമ്മൾ രാവിലെ കണ്ടതായിരുന്നു KSRTC സർവീസ് നടത്താൻ അനുവദിക്കാതെ, കോഴിക്കോടേക്കുള്ള ലോ ഫ്ലോർ ബസിന്റെ സർവീസ് നടത്താൻ അനുവദിക്കാതെ പ്രവർത്തകർ തടഞ്ഞു വെക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും സൗത്ത് ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴും ബസ് തടഞ്ഞ് നിർത്തിയിട്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് CITU നേതാക്കൾ ഉൾപ്പെടെയുള്ള CITUവിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു വലിയ ഒരു പ്രതിഷേധ ജാഥ തന്നെയാണ് BSNL ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഉദ്ഘാടനം അടക്കം ഉണ്ടാകുക. കൊച്ചി നഗരത്തിലേക്ക് വന്നാൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒഴിച്ചാൽ അത്യാവശ്യ സർവീസുകളൊക്കെ നടക്കുന്നുണ്ട്. ചില കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇന്ന് പ്രവർത്തിക്കുന്ന ദിവസമായതിനാൽ അങ്ങോട്ടേക്കൊക്കെ ആളുകൾ പോകുന്ന സാഹചര്യമാണ്. അവരെ ഒന്നും തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പോലീസിന്റെ ഒരു നിരീക്ഷണം നഗരത്തിൽ എല്ലായിടത്തും തന്നെ ഉണ്ട്. എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ സൗകര്യമെല്ലാം എല്ലായിടത്തുമുണ്ട്. ആംബുലൻസ്, എയർപോർട്ട് പോലുള്ള അത്യാവശ്യ സർവീസുകൾക്കൊക്കെ തടസ്സമില്ലാതെ തന്നെ അതും പ്രവർത്തിക്കുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുന്ന സാഹചര്യം തന്നെയാണ്. ആളുകൾ അങ്ങനെ വാഹനങ്ങൾ തടഞ്ഞു വെക്കുകയോ ആ രീതിയിലേക്ക് പ്രതിഷേധമൊന്നും തന്നെ കൊച്ചി നഗരത്തിൽ ഇതുവരേക്കൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ എല്ലായിടങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചും സമര പരിപാടികളുമൊക്കെയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഒപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ കളക്ടറേറ്റിലുള്ള മാർച്ചും ഇന്ന് 11 മണിയോടുകൂടി തന്നെ നടക്കുകയും ചെയ്യും. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നടപടിക്കെതിരായിട്ടുള്ള സംഘടനകളുടെ സമരമാണ് കൊച്ചിയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോർട്ടിൽ നിന്നും ഇത് BSNL ഓഫീസിലേക്കാണ് ഈ മാർച്ച് പൊക്കോണ്ടിരിക്കുന്നത്, പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. അവിടെ എത്തിയതിനു ശേഷമായിരിക്കും മുൻ ജില്ലാ സെക്രട്ടറി CN മോഹൻ, ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുക. എന്തായാലും കൊച്ചി നഗരത്തെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളൊക്കെ ഇപ്പോഴും സർവീസ് നടത്തുന്നുണ്ട്. KSRTC ബസ് അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് ഇന്ന് അവിടെ സർവീസ് നടത്താത്തതും. അതും സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും വലിയ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ശ്രീജ. ശരി. കൊച്ചിയിൽ, എറണാകുളത്ത് സംയുക്ത സംഘടനകളുടെ, ഇടത് സംഘടനകളുടെ പ്രതിഷേധ മാർച്ചാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണിമുടക്ക് പൂർണ്ണമാണ് സംസ്ഥാനത്ത്. ഇപ്പോൾ തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിലുള്ള പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദാണ് ചേരുന്നത് വിവരങ്ങളുമായി. അനുമോദ്, KSRTC കാര്യമായി ഇല്ലാത്ത സ്ഥലം, സ്വകാര്യ ബസ്സുകൾ പൂർണ്ണമായി പണിമുടക്കുക കൂടി ചെയ്യുന്നതോടെ പൂർണ്ണമായും നഗരം ഒരു സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ്. ശ്രീജ, മലപ്പുറം നഗരം പൂർണ്ണമായും ഈ ഒരു പണിമുടക്കിൽ സ്തംഭിച്ചിരിക്കുന്നു എന്ന് എല്ലാ അർത്ഥത്തിലും പറയാം. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. KSRTC സർവീസ് നടത്തുന്നില്ല. അപൂർവം സ്വകാര്യ വാഹനങ്ങൾ, കാറുകളും ബൈക്കുകളും മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഓട്ടോറിക്ഷകൾ നിരത്തിലിറങ്ങുന്നത് പ്രതിഷേധക്കാർ തടയുന്ന ഒരു കാഴ്ചയും നമ്മൾ അല്പസമയം മുമ്പ് കണ്ടു. അത്തരത്തിൽ ജനജീവിതത്തെ നേരിട്ട് തന്നെ ഈ ഒരു പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് മലപ്പുറത്ത് ഇത്രയും മണിക്കൂറുകൾ ഈ ഒരു പ്രതിഷേധ സമരം പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അല്പസമയം മുൻപ് CITUവിൻ്റെയും സംയുക്ത സമര സമിതിയുടെയും നേതൃത്വത്തിൽ ഇവിടെ നിന്നും പ്രതിഷേധ ജാഥയും ആരംഭിച്ചിട്ടുണ്ട്. ഏറെ വൈകാതെ മലപ്പുറം നഗരം വലം വെച്ച് അവർ ഇവിടെ എത്തും. ഇവിടെ KSRTCക്ക് മുമ്പിൽ ഒരുക്കിയിട്ടുള്ള വേദിയിൽ സമരത്തിൻ്റെ പ്രഖ്യാപനവും പ്രതിഷേധവും നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വലിയ തോതിൽ തന്നെ
പോലീസിൻ്റെ ഒരു സന്നാഹവും ഏതു സാഹചര്യത്തെയും നേരിടുവാൻ സജ്ജമായി നിർത്തിയിട്ടുണ്ട്. KSRTC ബസ്സുകൾക്ക് നേരെ ഒരു തരത്തിലും അതിക്രമം ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കുകയാണ് പോലീസ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ 8:30 എറണാകുളത്തേക്ക് പുറപ്പെട്ട KSRTC ബസ് സമരക്കാർ തടഞ്ഞെങ്കിലും പോലീസ് അവരെ പിന്തിരിപ്പിച്ചിരുന്നു, സർവീസ് ആരംഭിച്ചിരുന്നു. 6 സർവീസുകൾ മാത്രമാണ് ഇന്ന് മലപ്പുറത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ നേരത്തെ പലപ്പോഴും തടഞ്ഞു നിർത്തി അവരോട് സംസാരിച്ചതിന് ശേഷം വിട്ടയക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സമരക്കാരിൽ നിന്നും കണ്ടിരിക്കുന്നത്. എന്നാണെങ്കിലും കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം, ഹോട്ടലുകൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം, അത്തരത്തിൽ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ സമരത്തിൻ്റെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവരുടെ പ്രതിഷേധവും അവരുടെ ഒരുമിച്ചുള്ള സംഗമവും പ്രതിഷേധ സമ്മേളനവും ഒക്കെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇവിടേക്ക് എത്തിച്ചേരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ശ്രീജ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി തിരുവനന്തപുരത്ത് നിന്ന് സാരംഗ് സുധാകരൻ കൂടി ചേരുന്നു. സാരംഗ്, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു സമയമാണിപ്പോൾ. 9:45 എന്നൊക്കെ പറയുമ്പോൾ നഗരം ഏറ്റവും തിരക്കേറിയ സജീവമാവുന്ന ഒരു അവസ്ഥയിലാണ്. എങ്ങനെയാണ് ഈ പണിമുടക്കിൽ ഈ ദിവസം ഈ സമയത്ത് തിരുവനന്തപുരം? തിരുവനന്തപുരത്തെ പണിമുടക്ക് ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഈ നഗരങ്ങളിലെ തിരക്ക് അത്യാവശ്യം സാധാരണ ദിനങ്ങളിലേക്കാൾ കുറച്ച് കുറവാണെങ്കിലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തടക്കം ജീവനക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് സ്വകാര്യ കമ്പനികളിലും മറ്റും ഇത്തരത്തിലുള്ള ജോലിക്കായി മറ്റും പോകുന്നവരുടെ തിരക്ക് നഗരത്തിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ ഈ ഒരു 9 മണി 10 മണി ഈ ഓഫീസ് ടൈം അനുബന്ധിച്ചുണ്ടാകുന്ന തിരക്ക്, അത്ര ട്രാഫിക് തിരക്കും മറ്റുമൊന്നും നമ്മളെ തിരുവനന്തപുരം നഗരങ്ങളിൽ ഇപ്പോൾ അധികം കാണാനില്ല. പക്ഷേ എന്നാലും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. അങ്ങനെ ഒരു ഭാഗത്തും അങ്ങനെ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന പശ്ചാത്തലമോ കാര്യങ്ങളോ ഒന്നുമില്ല. അക്രമ സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി 10 മണിയോടുകൂടി മന്ത്രി ശിവൻകുട്ടി ഈ ഒരു പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട് തൻ്റെ വസതിയിൽ നിന്നും CPIMൻ്റെ ഓഫീസിലേക്ക് നടന്നു പോകും എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഇന്ന് നടന്നു പോകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഡയസ്നോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ജീവനക്കാർ എത്രത്തോളം എത്തുമെന്നുള്ളത് കണ്ടറിയണം. മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ സാധാരണ രീതിയിലുള്ള തിരക്ക് ഇന്ന് കാണാനില്ല. ഒപ്പം തന്നെ KSRTC ബസ്സുകൾ സർവീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കൊല്ലത്തെ വിവരങ്ങളിലേക്ക് പോകാം. കൊല്ലത്ത് കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചു എന്നൊരു പരാതിയുണ്ട്. റിസർവേഷൻ ഉണ്ടായിരുന്നു. 4 പേര് റിസർവേഷൻ ഉണ്ട്. അതിലൊരാൾ കൊല്ലത്ത് നിന്ന് തന്നെ ഉള്ള ആളാണ്. അയാൾക്ക് റിസർവേഷനൊക്കെ എൻ്റർ ചെയ്തു. വണ്ടി പോകാനെടുത്തപ്പോൾ പോകാൻ സമ്മതിക്കാതെ കൊടികുത്തി യൂണിയൻകാർ മുമ്പിൽ നിൽക്കുകയാണ്. ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയോ? ഡ്രൈവറെ ഒന്ന് വരട്ടി അതാക്കി ആൾ മാറിപ്പോയി നിൽക്കുകയാണ്. ഈ ഗതാഗത മന്ത്രി ഉൾപ്പെടെ KSRTC ബാധിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? ഉറപ്പായിട്ടും നമ്മൾ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നതാണ്. നമ്മൾ ജോലി ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയാണ്. വിനീഷ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീഷ്, KSRTC കണ്ടക്ടർ ശ്രീകാന്തിന് മർദ്ദനമേറ്റു എന്നാണ് പരാതി. എന്താണ് അവിടെ സംഭവിച്ചത്? ശക്തമായ സാഹചര്യമാണ് ഉള്ളത്. ജില്ലയുടെ പല KSRTC ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങൾ തടഞ്ഞ സാഹചര്യം, KSRTC ബസ്സുകൾ തടഞ്ഞ സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പത്തനാപുരത്തും ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തിയില്ല. രാവിലെ കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങിയ കോട്ടയം ബസ് സമരാനുകൂലികൾ തടഞ്ഞിട്ട സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കൊല്ലത്ത് മൂന്നാറിലേക്ക് സർവീസ് നടത്താൻ തുടങ്ങി ദീർഘദൂര സർവീസും തടഞ്ഞു. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് യാത്രക്കാർ ഈ KSRTC ബസ് പ്രതീക്ഷിച്ച് വരുന്നതായിട്ടുള്ള ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാം വിജനമാണ്. സമരപ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ മിക്ക ബസ് സ്റ്റേഷനുകളിലും ഉള്ളത്. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് സർവീസ് നടത്തിയ KSRTC ബസ്സിലെ കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു. ശ്രീകാന്തിനാണ് മർദ്ദനമേറ്റത്. ബസ്സിനുള്ളിൽ കയറി സമരാനുകൂലികൾ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അതുപോലെ തന്നെ ഈ കൊല്ലം പത്തനാപുരത്ത് ഒരു മരുന്ന് വിതരണ ഗോഡൌണിൽ സമരപ്രവർത്തകർ എത്തുകയും അവിടെ ഗോഡൌൺ അടപ്പിക്കുകയും ചെയ്തിരുന്നു. തെക്കൻ മേഖലകളിലേക്കെല്ലാം മരുന്നുകൾ വിതരണം ചെയ്യുന്ന അവരുടെ പ്രധാന ഗോഡൌൺ ആണ്, അത് അടപ്പിച്ചു. അതുപോലെ തന്നെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ, കുന്നിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ സമരാനുകൂലികൾ കയറുകയും അവിടെ
അടപ്പിച്ച സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലും ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഗേറ്റ് തുറക്കാൻ അനുവദിക്കാത്ത തരത്തിൽ CITU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ജീവനക്കാർ എത്തിയിട്ടും ഗേറ്റ് തുറന്നു കൊടുക്കാൻ കഴിയുന്നില്ല, തുറന്നു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസും സമരപ്രവർത്തകരുമായി സംസാരിക്കുന്നു. എന്തായാലും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നു. പണിമുടക്കം ശക്തമായി തുടരുന്ന സാഹചര്യമുണ്ട്. ശ്രീജ, ശരി. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പത്തനംതിട്ടയിലെ വിവരങ്ങൾ. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു കാഴ്ച ഇന്നത്തെ ദിവസം ശ്രദ്ധേയമായിരുന്നു. പത്തനംതിട്ട ഡിപ്പോയിലെ ഡ്രൈവർ ഷിബു തോമസ് ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി ഇപ്പോൾ എല്ലായിടത്തും നിറയുന്നത്. ശശിനാരായണന്റെ വിവരങ്ങളുമായി. ശശി, എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിൽ പണിമുടക്ക് എത്രത്തോളം കാര്യമായി ബാധിച്ചിട്ടുണ്ട്? ഈ മലയോര മേഖലകളിലേക്കൊക്കെയുള്ള വാഹന സൗകര്യമൊക്കെ എങ്ങനെയുണ്ട്? അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച കൂടി കണ്ടത്. ശ്രീജ, തീർച്ചയായിട്ടും അത് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. പണിമുടക്ക് ദിവസങ്ങളിൽ സാധാരണ എല്ലാ സമയങ്ങളിലും KSRTC ഡ്രൈവറാണ് ഷിബു തോമസ്. ഷിബു തോമസ് മിക്ക പണിമുടക്ക് ദിവസങ്ങളിൽ ഹെൽമറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതൊക്കെ വാർത്താ പ്രാധാന്യം നേടുന്ന ഒരു കാര്യമായിരുന്നു. ഇന്നും അത്തരത്തിൽ തന്നെ പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് പോയ ചെയിൻ സർവീസിലെ ഡ്രൈവറാണ് ഷിബു തോമസ്. ഷിബു തോമസ് ഇന്നും പതിവുപോലെ ഈ KSRTCയിൽ ഒരു സർവീസ് മാത്രമാണ് പത്തനംതിട്ടയിൽ തുടങ്ങി രാവിലെ ആരംഭിച്ചത്. അത് അടൂര് വെച്ച് ഷിബു തോമസിന് വരുമ്പം സമരാനുകൂലികൾ അവിടെ വെച്ച് കൃത്യമായി ഷിബു തോമസിനെ തടയുകയും ബസ് തടഞ്ഞു നിർത്തുകയും ബസ്സിൽ ഇറക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിൽ സമരത്തെ പൊളിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെ സമര അനുകൂലികൾ പ്രഖ്യാപിക്കുകയും ചെയ്തു. അത്തരത്തിൽ അദ്ദേഹം പിന്നീട് ബസ്സിൽ നിന്നും ഇറങ്ങി അവിടെ വെച്ച് സർവീസ് അവസാനിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു സർവീസ് മാത്രമാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ പണിമുടക്ക് ദിവസമായി ഇന്ന് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ മലയോര മേഖലയിലുള്ള സർവീസുകളെല്ലാം പൂർണ്ണമായി സ്തംഭിച്ച ഒരവസ്ഥയുണ്ട്. എല്ലാ ഡിപ്പോകളിലും ഇതുപോലെ സമരാനുകൂലികൾ എത്തുകയും അടൂരും പത്തനംതിട്ടയും തിരുവല്ല അടക്കമുള്ള KSRTC ഡിപ്പോകളിൽ സമരാനുകൂലികൾ എത്തുകയും അവിടെ ബസ് തടയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. പൂർണ്ണമായി സമരം ശക്തമായ രീതിയിലാണ്. പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണമാണ്. അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ 10:30 തന്നെ പല സ്ഥലങ്ങളിലും സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും, യോഗങ്ങളുണ്ടാവും. അത്തരം കാര്യങ്ങൾ മാത്രമാണ് നിലവിലുള്ളത്. ഈ സമരം പണിമുടക്ക് ഈ പത്തനംതിട്ട ജില്ലയിലെ ആളുകളെ സാരമായി ബാധിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഓഫീസിലേക്ക് പോകുന്നവർക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പോകുന്നത്. മറ്റ് മരണം, അതുപോലെ തന്നെ വിവാഹം തുടങ്ങിയ കാര്യങ്ങളുടെ വാഹനങ്ങളും തടയുന്ന രീതിയില്ല. പക്ഷെ പൂർണ്ണമായി കടകമ്പോളങ്ങളൊക്കെ പ്രവർത്തിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സമരം പൂർണ്ണമായും പണിമുടക്ക് പൂർണ്ണമായും ജില്ലയിൽ ശക്തമാണ്, പൂർണ്ണമാണ്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. KSRTCയും ഡയസ്നോൺ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പലയിടത്തും സമരാനുകൂലികൾ റോഡിലിറങ്ങി ബസ് തടയുന്ന സാഹചര്യമാണ്. അതിനിടയിലാണ് പത്തനംതിട്ടയിൽ ഹെൽമറ്റൊക്കെ ധരിച്ച് ഡ്രൈവർ ഇറങ്ങുന്നതും KSRTC കണ്ടക്ടർക്ക് മർദ്ദനമേറ്റു എന്ന വാർത്തകളുമൊക്കെ വരുന്നത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.